അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂരിലേക്ക് പോകുന്ന തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് സൗജന്യ കഞ്ഞി വിതരണം മുടക്കുഴ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലാണ് ഒരു കൂട്ടം നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പുണ്യപ്രവൃത്തി ചെയ്യുന്നത്. എത്ര വർഷമായി? ഇത് 14 വർഷമായി തുടങ്ങണം. തുടർച്ചയായിട്ട് ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അടുത്ത വർഷവും നമ്മൾ ഇത് തന്നെ പ്രതീക്ഷിക്കണം. മലയാറ്റൂർ ഒരു തീർത്ഥാടനത്തിൻ്റെ പരിപാടിയായിട്ടാണ് ചെയ്യണത്. ഇത് എല്ലാ ദിവസവും ഉണ്ടോ? അത് ഈ ദുഃഖ വെള്ളിയാഴ്ച പോവാം. ഇവിടുത്തെ ആരൊക്കെയാണ് ഇതിന് ശരിക്കും നേതൃത്വം? നാട്ടുകാർ, ചെറുപ്പക്കാർ എല്ലാവരും ഉണ്ട്. ഇവിടുത്തെ അയൽക്കാരൊക്കെ ഇതിന് സഹകരിക്കണവരാണ്. എന്തൊക്കെയാണ് കഞ്ഞിയും പിന്നെ കഞ്ഞി, ചെറുപയർ, അച്ചാർ, ചമ്മന്തി. ഉപ്പുണ്ട്. ഇവിടെ കഴിച്ചിട്ട് പോകുന്നവരൊക്കെ എന്താ സന്തോഷമായി? അവർ നല്ല അഭിപ്രായങ്ങൾ. ഈ കൊല്ലം വരും, അടുത്ത കൊല്ലം വരും, കൊടുക്കണേ അടുത്ത കൊല്ലം വരും. അത് ഉറപ്പ് ഞങ്ങൾക്ക് അറിയാറുണ്ട്. ഇവിടെ തന്നെയാണോ എല്ലാ തവണയും ഇത് തന്നെയാണ്. ഏകദേശം 4 കൊല്ലമായിട്ട് ഇവിടെ തന്നെയാണ് എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ നാട്ടുകാരെല്ലാവരും കൂടെ ഒരു സഹകരണമാണ് മുന്നോട്ട് പോകുന്നത്. ജാതി മതം ഭേദമന്യേ എല്ലാവരും ഇതിൻ്റെ അകത്തുണ്ടാവും. ഈ കണ്ടിന്യൂസ് ആയിട്ട് 14 വർഷമായില്ലേ? അതെ. മുടക്കട പോസ്റ്റ് ഓഫീസ് കവല എന്ന് പറഞ്ഞാൽ ജാതി മത ഭേദമന്യേ എല്ലാവരും എന്ത് കാര്യത്തിലും സഹകരിക്കുന്ന ആളുകളാണ്. കഴിഞ്ഞ 14 വർഷമായിട്ട് ഇവിടെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഓരോ വർഷം ചെല്ലുന്തോറും എണ്ണം കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 2000 പേർക്ക് കൊടുത്തു. ഈ പ്രാവശ്യം അതിൽ കൂടുതൽ കൊടുക്കാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറുപ്പമ്പടി മുതൽ പോകുന്ന വഴിക്ക് വേറെ ഒരു സ്ഥലത്തും ഇല്ല. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ കുറുപ്പമ്പടിയിൽ നിന്ന് മുതൽ പല സ്ഥലത്തും കഞ്ഞി കൊടുക്കേണ്ടായിരുന്നു. ഈ പ്രാവശ്യം പ്രത്യേകിച്ച് അറിയാലോ, നമുക്ക് ഗ്യാസിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അതുപോലെ സാങ്കേതിക വിഷയങ്ങൾ കാരണം പലരും കൊടുക്കണില്ല. ഞങ്ങളെന്തായാലും അത് മുൻകൂട്ടി കണ്ട് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പേര് വന്നാലും കൊടുക്കാനുള്ള സംവിധാനം നമുക്കുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ കൊടുത്തേക്കാൾ ഭംഗിയായിട്ട് ഈ പ്രാവശ്യം ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വരും കാലങ്ങളിലും തുടർന്ന് നടത്തണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. ഇവിടെ തന്നെയാണോ ഇതൊക്കെ? അതെ, ഈ ഭാഗത്ത് ഇവിടെ തന്നെയായിട്ടാണ് ചെയ്യാൻ. അതിന് നാട്ടുകാരെല്ലാവരും കൂടി പിന്നെ 2 ദിവസമായിട്ട് മിനിങ്ങാന്ന് അച്ചാർ മാങ്ങ അരിഞ്ഞ് റെഡിയാക്കി, ഇന്നലെ അച്ചാർ ശരിയാക്കി, പിന്നെ പയർ വെള്ളത്തിലിട്ടു. ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 12 മണിക്ക് ഞങ്ങൾ സാധനങ്ങളൊക്കെ അടുപ്പത്ത് കയറ്റി. രാവിലെ 5:30 മണിക്ക് വിളമ്പി തുടങ്ങി. അത് മാത്രമല്ല ഭയങ്കര തിരക്കാണ്. രാത്രിയൊക്കെ നല്ല തിരക്കായ കാരണം 5 മണിക്ക് 4 മണിക്കൊക്കെ ആളുകൾ നിർത്തി ചോദിച്ചു തുടങ്ങിയിരുന്നു. പക്ഷേ ഒരു 5:30 മണിക്ക് ഞങ്ങൾക്ക് എല്ലാം റെഡിയായി കൊടുക്കാൻ സാധിച്ചായിരുന്നു. വൈകുന്നേരം വരെ ഉണ്ടാവും. വൈകുന്നേരം വരെ ഉണ്ടാവും. ഈ ഒരു കഞ്ഞി വിതരണത്തിനൊക്കെ നേതൃത്വം നൽകുന്ന ഒരു അമ്മച്ചിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഈ മുടക്കുഴ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷന് തൊട്ട് എതിർവശത്ത് തന്നെയാണ് അമ്മച്ചിയുടെ വീട്. എന്താ ഈ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് പറയാനുള്ളത്? എന്നാ പറയാനും, ഞങ്ങളിത് തുടങ്ങിയിട്ട് 14 വർഷമായി. ആദ്യം ഞങ്ങൾ കട്ടൻ കാപ്പിയും ബ്രെഡുമേ തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ ഓരോ കൊല്ലം ചൊല്ലുന്നവരും ആവർത്തിച്ച് വലുതായിട്ട് വരുന്നുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം. മലയാറ്റൂരിലേക്ക് പോകുന്ന തീർത്ഥാടകർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് സൗജന്യമായിട്ട് കഞ്ഞി വിതരണം മുടക്കുഴ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ ഒരു കൂട്ടം നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജാതിമത ഭേദമന്യേ ഒരു കൂട്ടായ്മയിലാണ് ഇത് 14 വർഷമായിട്ട് തുടർന്നു പോകുന്നു. ഇനി വരുന്ന വർഷങ്ങളിലും ഇതിലും മികച്ച രീതിയിൽ തന്നെ ഇത് നടത്തിക്കൊണ്ട് പോകണമെന്നാണ് ഇവരുടെ എല്ലാവരുടെയും അഭിപ്രായം. ക്യാമറമാൻ ജിജോ സെബാസ്റ്റ്യനോടൊപ്പം നിഷ രജീഷ്, മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.